ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ചില ദുരന്തങ്ങൾ ഈ ലോകത്തെ പിടിമുറുക്കിയ ഒരു സമയത്ത് ദുരന്തബാധിത പ്രദേശങ്ങളുടെ ചിത്രങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലും അവിടെ നടക്കുന്ന സംഭവങ്ങൾ ടെലിവിഷനിലൂടെയുമൊക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗുരുതുല്യനായ ഒരു മനുഷ്യനോടൊപ്പം ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. അതായത്, നമ്മൾ കാണുന്നൊരു കാഴ്ച വളരെ വലിയ ഭവനങ്ങളിലും കോടീശ്വരന്മാരായും ഭൂസ്വത്തുക്കളും കെട്ടിടങ്ങളും ഒക്കെയായി ജീവിച്ച ചില ആളുകളൊക്കെ കടൽ കയറിയും വെള്ളം കയറിയും ഭൂമി കുലുങ്ങിയും ഒക്കെ ഈ കെട്ടിടങ്ങളും പ്രദേശങ്ങളും ഒക്കെ നശിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ അന്ന് കയറാൻ യോഗ്യതയില്ലാതിരുന്ന പാവപ്പെട്ടവരായ കുറേ മനുഷ്യർ, അവരുടെ വീട്ടിൽ അതിൻ്റെ പടിക്കൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാതിരുന്ന ആ നാട്ടിലെ ആൾക്കാർ അവരോടൊപ്പം ആരോ കെട്ടിക്കൊടുത്ത ടെൻറ്റുകളിൽ കിടക്കുകയാണ്. ഈ മനുഷ്യരോടൊപ്പം ക്യൂവിൽ നിന്ന് ആരോ നൽകുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. നമുക്കൊക്കെ ആർക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഒരു വലിയ ദുരന്തം, ഒരു കലാമിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കയറി വരാൻ സാധിക്കാത്ത വിധം വലിയ ധനികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും പെട്ടുപോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇക്കൂട്ടത്തിൽ നോക്കിക്കേ, ഇപ്പോൾ എല്ലാവരും തുല്യരായി, ഇപ്പോൾ ഇവരെല്ലാവരും ഒരുപോലെയാണ്, ഇവർക്കെല്ലാവർക്കും അവശതയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അതിൽ ജ്ഞാനമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ബാക്കി എല്ലാ സമ്പത്തും പോയാലും അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെടാത്ത കാലത്തോളം ബാക്കിയുള്ളവരൊക്കെ പതുക്കെ പതുക്കെയാണ് കയറി വരുന്നതെങ്കിലും ഇവർ പെട്ടെന്ന് കയറി വരും, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യും, അവർക്കതിനെ എളുപ്പം തോൽപ്പിക്കാനാവും. കുറച്ചു കാലമേ അവരിങ്ങനെ കഷ്ടപ്പെടൂ. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഇടവകയിലാകട്ടെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുമായിരിക്കാം, നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മൾ വസ്ത്രം എത്തിച്ചു കൊടുക്കുമായിരിക്കാം, പാർപ്പിടം കൊടുക്കുമായിരിക്കാം. എന്നാലും നമ്മുടെ സഭയും വൈദികരും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അതവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും വിദ്യാഭ്യാസം ഒരു വളരെ നല്ല കാര്യമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ, സാധാരണ വസ്ത്രം കൊടുത്താൽ അതൊരു 3 മാസം 4 മാസം, ഏറിയാൽ 1 വർഷം ആ വ്യക്തിക്ക് ഉപകരിക്കും. ഭക്ഷണം കൊടുത്താൽ 1 ദിവസം വരെ പിടിച്ചു നിന്നേക്കാം. അതുപോലെ തന്നെ പാർപ്പിടം കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ വന്നാൽ ചിലപ്പോൾ ഈ പാർപ്പിടം അദ്ദേഹം മറ്റാർക്കെങ്കിലും പണയം വെച്ചേക്കാം. എന്നാൽ ഒരു വ്യക്തിയെ പഠിപ്പിച്ചാൽ, വിദ്യാഭ്യാസം കൊടുത്താൽ, ആ വിദ്യാഭ്യാസം അയാൾക്ക് നാളുകൾ നിലനിൽക്കും. പക്ഷേ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് എന്നെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നൊരു വിഷയം, മലയാളികൾ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് കേരളത്തിൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും എണ്ണമില്ലാതെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് അവരെല്ലാവരും പഠിച്ച് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമ്മളിപ്പോൾ തെരുവിലിറങ്ങിയാൽ ഒരു എഞ്ചിനീയറിനെയോ ഒരു ഡോക്ടറെയോ ഒരു MBA-കാരനെയോ അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിനെയോ മുട്ടാതെ നമുക്ക് നടക്കാൻ പറ്റാത്ത വിധം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊണ്ട് കേരളം നിറഞ്ഞു. അപ്പോഴാണ് ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം കിട്ടിയാൽ എല്ലാവർക്കും ജോലി കിട്ടാൻ പ്രയാസമാണ്. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നു. എത്ര നമ്മൾ പഠിച്ചാലും പഠനത്തിന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇതിനൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് നമുക്കൊരു സഹായം എവിടെ നിന്നോ വേണം.
മറ്റൊരു ഉദാഹരണം ഇതാണ്. 500 പേർക്ക് അഡ്മിഷൻ കിട്ടാവുന്ന ഒരു പരീക്ഷ നടക്കുകയാണ്. നമുക്ക് സാധാരണ ബുദ്ധിയുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് നല്ലൊരു ബുദ്ധിയുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ്. 500 പേര് എല്ലാ വർഷവും പരീക്ഷ എഴുതും. ഓരോ വർഷവും ഈ കുട്ടി പരീക്ഷ എഴുതുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു പരീക്ഷ എഴുതുന്നത് നല്ലതാണ്. അതെപ്പോഴും അങ്ങനത്തെ വാശി നല്ലതാണ്, അത് അങ്ങനെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഈ ലോകത്തിൽ പരിശ്രമശാലികളായ ഈ കുട്ടിയേക്കാൾ ബുദ്ധിയുള്ള, ഈ കുട്ടിയെ പോലെയോ അതിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്ന 500 കുട്ടികൾ ഈ പരീക്ഷ എഴുതിയാൽ ആ 500-ൽ 501 ഈ കുട്ടി വരികയുള്ളൂ. അതല്ലേ സത്യം? നമുക്കറിയില്ല നമ്മളെക്കാൾ കഴിവുള്ള എത്ര പേര് ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. നമുക്കറിയില്ല നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്ത് നമ്മളോട് മത്സരിക്കാൻ പോകുന്നത് ആരാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് മത്സരത്തിലാണ് പോകേണ്ടതെന്നും നമുക്കറിയില്ല. ആ മത്സരത്തിൽ നമ്മൾ പങ്കെടുത്താൽ ആ വഴി നമുക്കുള്ളതായി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകും. ഇത് മത്സരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുവാനല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു സത്യമല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? യഥാർത്ഥത്തിൽ വേണ്ടത് മുകളിൽ നിന്ന് ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരാളുടെ ഗൈഡൻസ് ആണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മത്സരരംഗം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. മത്സരിക്കുന്നത് നല്ലതാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി തുറന്നു കിട്ടുവാനും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ട വഴികളിലൂടെ കടന്നു പോകാനും ഒക്കെ ഒരു വിവേകം, ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്. ഈ ഗൈഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ജയിക്കാൻ കഴിവില്ലാത്ത തരത്തിൽ നമ്മളുടെ എതിരാളികളുടെ എണ്ണം കൂടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ മത്സരിക്കാൻ ശ്രമിച്ചാൽ അവിടെ നമുക്ക് വിജയം ആവശ്യമാണെങ്കിൽ ആ വിജയം തരാൻ ആർക്ക് സാധിക്കും? ഒരിക്കൽ ഒരു കമ്പനിയിൽ ഒരു പെൺകുട്ടി ഇന്റർവ്യൂവിനിരിക്കുകയാണ്. ബാക്കിയുള്ള സകലരുടെയും മുഖത്ത് ഭയങ്കരമായ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെയാണ്. എന്നാൽ ഇവളുടെ മുഖം കൂളാണ്. പതുക്കെ ഇവളോട് അടുപ്പം തോന്നിയ ഒരാൾ, ഒരു അപരിചിതൻ, ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത ഒരാൾ, സ്നേഹമുള്ള വ്യക്തി അടുത്തു കൂടിയിട്ട് ചോദിച്ചു, നിന്റെ മുഖം മാത്രം എന്താണ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ പെൺകുട്ടിയുടെ മറുപടി, ഈ കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നയാൾ എൻ്റെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് എന്നാണ്. പ്രിയമുള്ളവരെ, അയാൾക്ക് ധാരാളം കമ്പനികളുണ്ടത്രേ. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഞാൻ എന്തായാലും കയറും. അതുകൊണ്ട് ഇത് ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നത് എൻ്റെ ഒരു പ്രശ്നമല്ല, അദ്ദേഹം എന്നെ ഗൈഡ് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവമല്ലേ, നമ്മളുടെ ഈശോയല്ലേ ഈ ആകാശത്തിൻ്റെയും ഭൂമിയിലെയും സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ്? അവനാണല്ലോ എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യം. നമുക്കിങ്ങനെ പറയാൻ സാധിക്കത്തില്ലേ, ഞാൻ പോകുന്ന മേഖലകളിലെല്ലാം അതിൻ്റെ തലപ്പത്ത് എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്. അപ്പോൾ എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരും? എൻ്റെ സഹായം എനിക്ക് കർത്താവിൽ നിന്ന് വരും. പ്രിയമുള്ളവരെ, ഈ രഹസ്യം ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് അതുകൊണ്ടാണ് തൻ്റെ സങ്കീർത്തനത്തിൽ 121 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പ്രിയമുള്ളവരെ, ദാവീദിന് ഉറപ്പായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ ഒരു ഇടയബാലനായിരിക്കുന്ന വ്യക്തിയാണ്. നോക്കുമ്പോൾ ഇടയബാലന് അവൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അവൻ്റെ ചേട്ടന്മാര് 3 പേര് സാവൂളിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോകുന്നവരാണ്. അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഇവനോ ഒരു സാധാരണ ബാലനും കഴിവില്ലാത്തവനായി ഗണിക്കപ്പെട്ടവനാണ്. ഇവനിങ്ങനെ ഈ കഴിവില്ലാത്തവനായി ഇരിക്കുന്ന സമയത്ത് ഇവൻ തന്നോട് തന്നെ പറഞ്ഞു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രയോ പേര് സംസാരിക്കുന്നു. നമ്മൾ എത്രയോ പേര് നമ്മുടെ കുടുംബത്തിൽ നമ്മളെക്കാൾ പഠിച്ചവരോ രക്ഷപ്പെട്ടവരോ സമ്പന്നരോ ഒക്കെയായ ആൾക്കാരെ കുറിച്ച് പറയുന്നു, അവരെന്നെ സഹായിക്കുന്നില്ല, അവരെന്നെ കരുതുന്നില്ല. ചിലപ്പോൾ സർക്കാരിനെ കുറിച്ച് പോലും നമ്മൾ പറയും, ഞങ്ങളെ കരുതുന്നില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങനെയൊന്ന് പറഞ്ഞാലോ, ഞാൻ മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കുകയില്ല, പകരം അത്യുന്നതനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. എന്നെ എൻ്റെ കർത്താവ് സഹായിക്കും.
പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വിശ്വാസവും ആത്മവിശ്വാസവും നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസം തന്നെ നമ്മളെ അധികമായി മുന്നോട്ട് നയിക്കും. എന്നാൽ ഈ ദൈവികമായ ഈ ഒരു രഹസ്യം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ അതിനേക്കാളും മുന്നോട്ട് നയിക്കും. അതുകൊണ്ടാണ് ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആടുകളെ മേയ്ക്കുന്നവന് വലിയ ശക്തിയൊന്നുമില്ല, അവൻ്റെ ബാലനുമാണ്. എന്നാൽ സിംഹം വന്നു, കരടി വന്നു, ചിലപ്പോഴൊക്കെ ആടുകളെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ദാവീദ് സഹായത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ദാവീദിന് ആരെയും കാണാൻ പറ്റുന്നില്ല. ദാവീദ് പറയും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ദാവീദ് പറഞ്ഞില്ല, എനിക്ക് മല്ലന്മാരായ 3 ചേട്ടന്മാരുണ്ട്, യുദ്ധം ചെയ്യുന്ന 3 ചേട്ടന്മാരുണ്ട്, അവരിൽ ഒരാൾ പോലും എൻ്റെ കൂടെ വരുന്നില്ല. എൻ്റെ കൂടെ വന്ന് എന്നെ നിന്നിരുന്നെങ്കിൽ അവർക്ക് യുദ്ധം അറിയാവുന്നത് കൊണ്ട് ഈ സിംഹത്തെ കൊല്ലാമായിരുന്നില്ലേ, യുദ്ധം അറിയാവുന്നത് കൊണ്ട് ഈ കടുവയെ കൊല്ലാമായി. ഇല്ല, ദാവീദ് അങ്ങനെ പറയുന്നില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കർത്താവുണ്ട്, ശക്തനായ ദൈവമുള്ളപ്പോൾ മനുഷ്യനിൽ ഞാൻ എന്തിന് പ്രത്യാശ വയ്ക്കണം? അതുകൊണ്ട് ദാവീദ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാവീദ് ആരെയും നോക്കുന്നില്ല. ദാവീദ് സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പിന്നാലെ പോവുകയാണ്. ആടിനെയും കൊണ്ടുപോകുന്ന സിംഹത്തിന്റെ പിന്നാലെ ചെന്നിട്ട് സിംഹത്തെ ഒരൊറ്റ പിടുത്തമാണ്. എന്നിട്ട് വചനം പറയുന്നത് എങ്ങനെയാണ്? ഈ സിംഹമോ കരടിയോ ദാവീദിന്റെ നേരെ തിരിഞ്ഞു നിന്നാൽ ദാവീദ് അതിന്റെ ജടയിൽ പിടിച്ച് നിലത്തടിച്ച് അതിനെ തട്ടിക്കളയും, കൊന്നുകളയും. പ്രിയമുള്ളവരെ, ആടിനെ സ്വതന്ത്രമാക്കി തിരിച്ചു കൊണ്ടുപോകും. ഇത് ദാവീദ് പറയുന്നത് സാവൂളിനോടാണ്. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ചെറിയ ഇത് ചെറുതല്ല, വളരെ വലുതാണ്, എന്നാലും ഈ ചെറിയ കാര്യങ്ങളും നമുക്ക് തോന്നുന്ന സിംഹത്തിന്റെയും കരടിയുടെയും മേലുള്ള വിജയവുമായിട്ട് ദാവീദ് ഈ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ അതാ ഗോലിയാത്ത് നിൽക്കുന്നു. ദാവീദ് അവിടെ പോയത് അച്ഛൻ ദാവീദിന് വിട്ടത് വലിയ കാര്യമൊന്നും ചെയ്യാനല്ല, ചേട്ടന്മാർ സുഖമായിരിക്കുന്നു എന്ന് കാണാനാ. ചേട്ടന്മാർക്ക് തോന്നിയത് ഇവൻ യുദ്ധം നടക്കുന്നത് കാണാനാണ്, കണ്ടു രസിക്കാനാണ്. ഇടി കാണാനുള്ള കുട്ടികളുടെ ആഗ്രഹം കൊണ്ട് വരുന്നത് പോലെ ഇവൻ അടിയിടിയും കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ചേട്ടന്മാർ വിചാരിക്കുന്നത്. എന്നാൽ ദാവീദ് കർത്താവിൻ്റെ ഫയർ കൊണ്ട്, കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നയിക്കപ്പെട്ട് അവിടെ കടന്നു വന്നതായിരുന്നു. കാരണം അവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ അവരെല്ലാം മനുഷ്യരിൽ പ്രത്യാശ വയ്ക്കുന്നവരായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള മല്ലന്മാരിൽ പ്രത്യാശ വയ്ക്കുന്നവരായിരുന്നു. കുതിരകളുടെ എണ്ണത്തിൽ, അവരുടെ ആയുധ ബലത്തിൽ ഒക്കെ പ്രത്യാശ വയ്ക്കുന്നവരായിരുന്നു. എന്നാൽ ആ ദേശത്ത് കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ. ആ യുദ്ധമണ്ഡലത്തിൽ, ആ യുദ്ധമേഖലയിൽ അവിടെ പ്രവർത്തിക്കുവാൻ കർത്താവിന് അവനെ ആവശ്യമായിരുന്നത് കൊണ്ട് അവന്റെ അപ്പന്റെ അടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞ് കർത്താവ് അവനെ വിടുകയാണ്. അങ്ങനെ ജസ്സെ പറഞ്ഞത് കേട്ടിട്ട് ചേട്ടന്മാരുടെ വിവരം അന്വേഷിക്കാൻ വരുന്ന ദാവീദ് യുദ്ധക്കളത്തിലെ ഗോലിയാത്തിന്റെ വിളി കേൾക്കുകയാണ്. ആ വിളിക്ക് മറുപടി പറയാൻ അവൻ സാവൂളിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അനുവാദം വാങ്ങിക്കുവാൻ പോകുമ്പോൾ സാവൂൾ പറയും, നീ ബാലനല്ലേ എന്ന് പറയുമ്പോൾ ദാവീദ് സാവൂളിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. സിംഹമോ കരടിയോ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് അതിൽ നിന്ന് രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അതിനെ കൊല്ലും. എന്നിട്ട് പറയുകയാണ്, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദാവീദ് തന്റെ വിശ്വാസം വർദ്ധിച്ച രീതിയിൽ ഈ സാവൂളിന് മുമ്പിൽ പറയുകയാണ്. ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയ സമയത്തെല്ലാം എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ കർത്താവിലാണ് എൻ്റെ ജയം, ആ കർത്താവിലാണ് എൻ്റെ വിശ്വാസം, ആ കർത്താവിലാണ് എൻ്റെ ആശ്രയം. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഈ മനുഷ്യനും ഇസ്രായേലിനെ തോൽപ്പിക്കാനാവുകയില്ല. ഞാൻ ഇവനുമായി യുദ്ധം ചെയ്യും, ഇവനെ ദൈവം എൻ്റെ കൈകളിൽ തരും. പിന്നീട് നടന്നത് നമുക്കറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് തന്നിലേക്ക് നോക്കുന്നവനെ അന്വേഷിക്കുകയാണ്. നമ്മളുടെ ഭവനത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടുവാൻ വേണ്ടി നമ്മൾ ആരെയാണ് നോക്കുന്നത്? ഒരു നിമിഷം ആലോചിക്കുക. നമ്മൾ ആരെയാണ് നോക്കുന്നത്? കുടുംബത്തിലുള്ള ആരിലേക്കെങ്കിലും ആണോ? നാട്ടിലുള്ള ഏതെങ്കിലും പ്രമാണിയിലേക്കാണോ? നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് കർത്താവിലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ സഹായിക്കേണ്ടവൻ കർത്താവിന്റെ കൃപയാൽ നിങ്ങളുടെ അടുക്കലേക്ക് പറന്നു വരും. ദാനിയേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ സിംഹക്കുഴിയിൽ ഇട്ടിരിക്കുകയാണ്. ആരുമില്ല സഹായിക്കാൻ. വിശന്നു നിൽക്കുന്ന സിംഹങ്ങൾ ദാനിയേലിനെ കടിക്കാൻ പറ്റാതെ, തിന്നാൻ പറ്റാതെ, ദൈവകൽപ്പനയില്ലാത്തത് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ അസ്തപ്രജ്ഞരായി നിൽക്കുമ്പോൾ ദാവീദിന് പക്ഷെ വിശക്കുകയാണ്. ദാവീദിന് വിശക്കുമ്പോൾ ദൈവം ദാവീദിന് ഭക്ഷണം കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ദാനിയേൽ ആരെയും കുറ്റം പറയുന്നില്ല. ഈ രാജാവ് എന്തേ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരെന്തേ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞില്ല. ദാനിയേൽ സ്വർഗത്തിലേക്ക് മാത്രം നോക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, അങ്ങ് ദൂരെ യൂദയായിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഹബക്കുക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അടുക്കൽ ദൈവത്തിന്റെ വലിയ ശക്തി കടന്നു വന്നിട്ട് ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൂതൻ അവനോട് സംസാരിക്കുകയാണ്, നീ പോയി ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കണം, നിന്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം കൊടുക്കണം. ഹബക്കുക്ക് പറയാണ്, എനിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല.
എത്രയോ അകലെയാണ് പ്രിയമുള്ളവരെ. ഇതാ നിസ്സാരമെന്ന കണക്കെ ഹബക്കുക്കിന്റെ മുടിയിൽ പിടിച്ച് ഉയർത്തി ഈ മാലാഖ വായു വേഗത്തില് ഇവിടെ കൊണ്ടുവരികയാണ്. നമ്മൾ പിന്നീട് ഫിലിപ്പോസിന്റെ ജീവിതത്തിലും ഇത് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൊണ്ടുവന്ന ഹബക്കുക്കിനെ ദാനിയേലിന്റെ ഫ്രണ്ടില് നിർത്തിയിട്ട് ഈ അപ്പം കൊടുപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈബിളില് കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിക്കുന്ന ദൈവം, അതാ കാറ്റിൽ കാടപ്പക്ഷികളെ അയക്കുന്ന ദൈവം. എന്നിട്ട് കർത്താവിന്റെ വചനം പറയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്, സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാകാൻ വേണ്ടി. പ്രിയമുള്ളവരെ, വചനം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ദാവീദിന്റെ കഥ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദാനിയേലിന്റെ കഥ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, മോശയുടെ ജീവിതത്തിൽ നടന്ന ദൈവികമായ വെളിപ്പെടുത്തലുകൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് സ്ഥൈര്യവും നമുക്ക് സമാശ്വാസവും തരാൻ വേണ്ടിയാണ്, നമ്മളെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്ന് നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ദാവീദ് വിശ്വസിച്ചു, മോശയോട് ഇടപെട്ട ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ദാനിയേൽ വിചാരിച്ചു, മോശയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മേൽ കരുതൽ കാട്ടിയ ദൈവം എൻ്റെ ജീവിതത്തിലും കരുതൽ കാണിക്കും. ഇതാ അതിനേക്കാളും 2000-മോ 3000-മോ 4000-മോ വർഷങ്ങൾക്ക് ഇപ്പുറമായിക്കൊള്ളട്ടെ, നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ അന്ന് പ്രവർത്തിച്ച അതേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മുടെ ബഹുമാന്യനായ ഡൊമിനിക് വാലമനാൽ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ നമ്മളോട് വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ബൈബിൾ എഴുതപ്പെട്ടത് 1600 കൊല്ലം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ എഴുതാൻ ഇടവരുത്തിയതെന്ന് അറിയാമോ എന്നാണ് അച്ഛൻ്റെ ചോദ്യം. അതായത് 1600 വർഷത്തെ ചരിത്രമല്ല, അതിനു മുമ്പുള്ള ചരിത്രം ബൈബിൾ പറയുന്നുണ്ട്. അതിനു മുൻപ് കാലം തൊട്ട്, അബ്രഹാമിൻ്റെ കാലം തൊട്ട് ജീവനോടെ മനുഷ്യരുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിനോട് സംസാരിച്ച അതേ ദൈവം, ഇസഹാക്കിനോട് സംസാരിച്ച, യാക്കോബിനോട് സംസാരിച്ച അതേ ദൈവം മോശയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ബൈബിൾ എഴുതപ്പെടാൻ തുടങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ആ മോശയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ബൈബിൾ എഴുതപ്പെടാൻ തുടങ്ങുമ്പോൾ, അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളിൽ 1600 കൊല്ലം കൊണ്ട് കർത്താവിൻ്റെ ഒരു വലിയ സഹവാസത്തിൻ്റെ ചരിത്രമാണ്. ഇസ്രായേൽ ജനത്തോടൊപ്പം ജീവിച്ചിരുന്ന ഒരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളുടെ ഒരു ചരിത്രമാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നിട്ട് ബൈബിളിൽ യേശു അവസാനം നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്, ഈ ദൈവമായ ഞാൻ നിങ്ങളോട് കൂടെ ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കും. ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾക്ക് ഈ വചനം പറയാം. ഇത് വിശ്വസിക്കുന്ന ഏവന്റെ കൂടെയും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും, ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത് വിശ്വസിച്ച സകലരുടെ കൂടെയും പിന്നീട് ഇങ്ങോട്ടും യേശു ഉണ്ടായിരുന്നതായി നമ്മൾ കാണുകയാണ്. യേശു പ്രവർത്തിച്ച അതേ പ്രവർത്തികൾ വിശുദ്ധ അന്തോനീസ് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശു പ്രവർത്തിച്ച അതേ പ്രവർത്തികൾ ഡോൺ ബോസ്കോ ചെയ്തിട്ടുണ്ട്. യേശു പ്രവർത്തിച്ച അതേ പ്രവർത്തികൾ അനേക വിശുദ്ധർ ചെയ്തിട്ടുണ്ട്. ഈ 2000 ആണ്ട് ഇങ്ങോട്ടെടുത്താൽ, പത്രോസ് തുടങ്ങി ഇങ്ങോട്ട് യേശു പ്രവർത്തിച്ച അത്ഭുതകരമായ വിടുതലിന്റെ ശുശ്രൂഷകളും നമ്മളുടെ ഈ ലോകം മുഴുവൻ നമുക്ക് കാണാവുന്ന രീതിയിൽ ദൈവത്തിന്റെ മനുഷ്യർ പ്രവർത്തിച്ചിട്ടുണ്ട്. പാദ്രി പിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്നും അവരോടൊപ്പമൊക്കെ ജീവിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയും ഉണ്ട്. കർത്താവ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞ വചനത്തിൽ വ്യക്തമല്ലേ? മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്, നമുക്ക് സമാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മളോട് പറയുകയാണ്, നീ ധൈര്യമായി മുന്നോട്ട് പോകണം, നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ, നമ്മളൊരു ദൈവം ഏൽപ്പിക്കുന്ന ഒരു കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ശക്തിയിലല്ല നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത് എന്നതിനാൽ, നമ്മളുടെ കഴിവിലല്ല, നമ്മൾ ആരുടെ കഴിവിലാണോ ആശ്രയിച്ചിരിക്കുന്നത് അവന്റെ കഴിവിലായിരിക്കും റിസൾട്ട് വരിക. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിന്റെ മുഴുവൻ മുതലാളി, ആ സ്ഥാപനത്തിലെ ഒരു ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞൊരു കാര്യം അവിടുത്തെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ, ആ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ പോയി ഇവിടുത്തെ മുതലാളി പറഞ്ഞു അങ്ങയോട് ഇത് പറയണം, ഇത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ചെറുപ്പക്കാരനെ അല്ല ആ മുതലാളി കാണുക, പിന്നെ ആരെയാണ്? അവനെ അയച്ചവനെയാണ്, അവന്റെ പിന്നിൽ നിൽക്കുന്നവനെയാണ്. അതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ,
അത്യുന്നതനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മളുടെ സ്കോപ്പല്ല നമുക്കുള്ളത്, ദൈവത്തിൻ്റെ സ്കോപ്പാണ്. നമ്മളുടെ കഴിവുകളല്ല നമുക്കുള്ളത്, ദൈവത്തിൻ്റെ കഴിവുകളാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ദൈവം ശക്തമായ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതുമെങ്കിൽ അവൻ്റെ ഒരു വലിയ ഗൈഡൻസോടുകൂടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ പ്രതിരോധിക്കാൻ ആർക്കും ആകില്ല. പ്രിയമുള്ളവരെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. 100 ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം എടുക്കുക. ഈ പ്രദേശത്ത് നമ്മൾ കൃത്യമായി, എന്നെ കേൾക്കുന്നത് യേശുവിനെ അറിയാവുന്നവരാണല്ലോ, കൃത്യമായി നമ്മൾ യേശുവിനെ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു, നമ്മൾ അവരെ സഹായിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവകയിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള ഈ 100 പേരെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. അവരുടെ എല്ലാ ഭവനങ്ങളിൽ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നു, രാവിലെ എല്ലാവരും കുർബാനയ്ക്ക് പോകുന്നു, എല്ലാവരും ആരാധനകളിൽ പങ്കെടുക്കുന്നു, എല്ലാവരും നടന്നും ഇരുന്നും ജപമാല ചൊല്ലുന്നു, മക്കളെല്ലാം കാറ്റഗിസം പഠിക്കുന്നു, എല്ലാവരും ബൈബിൾ പഠിക്കുന്നു, നമ്മൾ പറഞ്ഞതുപോലെ സ്കൂളിലും പോകുന്നു, എല്ലാം ചെയ്യുന്നു. നമുക്കറിയാം, ഈ മക്കളുടെ ജീവിതത്തിൽ, ഈ കുടുംബങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ദൈവത്തിൽ ആശ്രയത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാൻ, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, 20 വർഷങ്ങൾക്കുള്ളിൽ അവിടുത്തെ തലമുറ വളർന്നു വരുമ്പോൾ അവിടുത്തെ കുടിലുകൾ കൊട്ടാരങ്ങളായി മാറും. ആ ഭവനങ്ങളൊക്കെ വളർന്ന് വികസിക്കും. അവിടെ എല്ലാ മക്കളും രക്ഷപ്പെടും. അപ്പോൾ അതൊരു ചേരിയായിരുന്നിരിക്കാം, എന്നാൽ ആ ചേരിയിൽ പണ്ടാരും തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കാം. എന്നാൽ ആളുകൾ വരാൻ തുടങ്ങും, കാറുകൾ വരാൻ തുടങ്ങും, ആഡംബര വാഹനങ്ങൾ വരാൻ തുടങ്ങും. ആ ചേരിയിൽ പണ്ട് റോഡില്ലായിരുന്നു. എന്നാൽ അവിടുത്തെ മക്കളെ ദൈവം അനുഗ്രഹിച്ചുയർത്തിക്കഴിഞ്ഞാൽ അവർ പഠിക്കുമായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ നിലയിൽ പഠിച്ചാൽ വിജയിക്കുമായിരിക്കില്ല. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവർക്ക് വിജയങ്ങൾ ലഭിക്കാൻ തുടങ്ങും. അവർക്ക് ഉന്നതമായ ജോലിയും ഉയർന്ന സാഹചര്യങ്ങളും ദൈവം അത്ഭുതകരമായി ഇടപെട്ട് നൽകും. ആ മക്കളെല്ലാം ഉയർന്നു കഴിയുമ്പോൾ ആ 100 ഭവനങ്ങളും ഞാൻ കാണുകയാണ്. നിങ്ങൾക്കും വിശ്വസിക്കാമല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ, ആ 100 ഭവനങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചു എന്ന കാരണത്താൽ 20 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു എന്ന് മറന്നു പോകും വിധം ദൈവം അവരെ അത്ഭുതം കൊണ്ട് നിറയ്ക്കുകയില്ലേ എന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് അറിയാമായിരിക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ അയൽക്കാരന്, കർത്താവിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഇടവകയിലെ സ്ട്രഗിൾ ചെയ്യുന്നവന് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഊർജം ചെലവഴിക്കാത്തത്? ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അനന്തതയിലേക്കാണ് സേഫ് ആകുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. വിദ്യാഭ്യാസം ലഭിക്കും, ജോലി ലഭിക്കും, അവൻ സ്വന്തം കാലിൽ നിൽക്കും, അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിൽക്കും. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ പുരോഗതി, ഇതാണ് യഥാർത്ഥ വികസനം. ദൈവത്തെ നോക്കുന്നവൻ്റെ അടുക്കലാണ് ദൈവത്തിൻ്റെ സ്വർഗീയ ഇടപെടലിൽ കടന്നു വരുന്ന അനുഗ്രഹങ്ങളുടെ കുമിഞ്ഞു കുടലാണ് യഥാർത്ഥ വികസനം. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും അധ്വാനിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും നിലകൊള്ളേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സമൂഹം, മനുഷ്യരെ നോക്കാതെ ദൈവം എന്നെ സഹായിക്കുമെന്നും വളർത്തുമെന്നും പറയുന്ന ഒരു വലിയ സമൂഹം നമ്മളുടെ ഇടയിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വിരുദ്ധമായ ചിന്തകൾ, മനുഷ്യരെ ആശ്രയിക്കാൻ തോന്നുന്ന വികാരങ്ങൾ, മനുഷ്യരിൽ പ്രത്യാശ അർപ്പിക്കാമെന്ന് മനുഷ്യർ നമ്മളോട് പറഞ്ഞാൽ അതിനെ അവഗണിക്കുക. അത്യാവശ്യം നമുക്കുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കണം, പക്ഷേ അതിൽ പ്രത്യാശ വെക്കരുത്. എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കാം, നമുക്ക് വളരാനുള്ള എല്ലാ നന്മകളും സമൂഹത്തിലുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം. പ്രത്യാശ ദൈവത്തിലായിരിക്കണം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഞാൻ അറിയുന്നു, ഉന്നതമായ നാമമുള്ള, എല്ലാ നാമത്തിനും ഉപരിയായ നാമം വഹിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ അവനിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ കർത്താവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, അനേകായിരം വർഷം അങ്ങയുടെ മക്കളോട് നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അത്ഭുതാവഹനായ അങ്ങ് എൻ്റെ ജീവിതത്തിലും ഉണ്ടെന്നത് എന്നെ ഏറെ സന്തോഷഭരിതനാക്കുന്നു. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എന്നെ അലട്ടുന്നതായ സകല തിന്മകളുടെ മേലും അങ്ങയുടെ ആധിപത്യം ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൽ സഹായിക്കുന്ന അത്ഭുതകരമായ വലത് കരമായി അങ്ങ് ഇറങ്ങി വരണമേ. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ഭവനങ്ങളെയും ഈ നിമിഷം അങ്ങയുടെ അത്ഭുത കരത്താൽ വിടുവിക്കണമേ എന്ന് ഷാലോം മിനിസ്ട്രിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.